അനവധി നാളുകളെ കെട്ടപ്പെട്ട് കിടക്കുക. ഇന്ന് രാത്രിയിൽ ഒറ്റ വെളിപ്പാട് മതി. ദൈവം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുക. അവൻ പറയാൻ കഴിയുന്നവർ കർത്താവിന് അവൻ പറഞ്ഞത് ഒറ്റ വെളിപ്പാട് മതിയല്ലേ, ഒറ്റ ദർശനം മതിയല്ലേ, ജീവിത പ്രതികൂലത്തിലാണെങ്കിലും ഞാൻ കാണുന്ന ഒരു ഉൾപ്പെടലുണ്ട്, ഞാൻ കണ്ട ഒരു കത്തുന്ന അഗ്നിയുണ്ട്. ഇന്ന് രാത്രി സഹായമില്ലാതിരിക്കുമ്പോൾ എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ അഗ്നിയുണ്ട്. ഇത് യോഹന്നാൻ വെളിപ്പാടിൽ പറയുകയാണ്, ഞാൻ കണ്ട ഒരു കർത്താവുണ്ട്, അത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതാ, എനിക്ക് വേണ്ടി പത്മോസ് വെളിപ്പെട്ടതാ. ഇതിനകത്ത് പറയാമോ, ഞാൻ പത്മോസിന്റെ അവസ്ഥയിലായിരുന്നാലും പറയുന്ന വ്യക്തികളോട് ആത്മാവ് പറയുക, ചില വെളിപ്പാടുകൾക്ക് വേണ്ടി കർത്താവരോട് പറയുവാൻ കഴിയുമോ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഒരുമിച്ച് അദ്ദേഹത്തോട് പറയുവാൻ കഴിയുമോ, 2024 ഞാൻ ലഭിച്ചതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നന്ദി പിതാവേ, നന്ദി പറയാമോ. എനിക്ക് ദുഃഖങ്ങൾ തന്നത് ഞാൻ ആത്മീകമായി വളരുവാണ്, എനിക്ക് സന്തോഷങ്ങൾ തന്നത് ഞാൻ ആത്മീകമായിട്ട് വളരുവാണ്. പലപ്പോഴും എന്നെ തകർക്കുവാൻ നോക്കിയപ്പോ എന്നെ നിലനിർത്തിയത് ഒറ്റ ദർശനമാ, ഒറ്റ ആലോചനയാ. ഇന്ന് രാത്രിയിൽ പറ, നന്ദി പിതാവ്, എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും നന്ദി. കഴിഞ്ഞ കാലങ്ങളൊക്കെ മാറ്റുക. 2024 കത്തുന്ന അതേ അഗ്നിയോടെ 2024 അവസാനത്തെ കൺവെൻഷൻ ജീവമൊഴി നടക്കുമ്പോൾ പറഞ്ഞൊരു ആലോചനയുണ്ട്. ഏതാണ്ട് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, അവരെ തീയാണെന്നേ. ഒന്നും കൂടെ പറയാം. ഒന്നാമത്തെ ദിവസം മെസ്സേജിന് വന്നപ്പോൾ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് ഇട്ടു. 30 വർഷമുള്ള ജീവിതപരിചയമുള്ള ദൈവദാസന്റെ കൂടെയാണോ? എന്നാൽ 30 വർഷം ജീവപരിചയമുള്ള ഒരു വ്യക്തി ദൈവദാസൻ എന്ന് പറയുകയാ, ഈ തീ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. രാത്രി നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ ഞാൻ ആരാധിക്കാം. ഈ തീയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയാൻ പറ്റും. ഈ സമയം പോക്ക് എങ്ങോട്ടാണ് എനിക്കറിയാൻ പറ്റും. 2024 ചിലർ വായ്പത്തെ പ്രാപിച്ചു നിൽക്കുന്ന വാടുന്ന അഗ്നിയല്ല, പദാർത്ഥ കത്തിയെരിയുമ്പോൾ അണയുന്ന അഗ്നിയല്ലെന്ന്. ഇത് ഉയരത്തിൽ നിന്ന് വന്നതാ, ഉയരത്തിൽ നിന്ന് വന്നതാ. മനുഷ്യൻ തീവെടുത്തുമ്പോ ഇവിടുന്ന് ഉയരത്തിലോട്ടാ പോകുന്നത്. പക്ഷെ ഞാൻ പ്രാപിച്ച അഗ്നി അത് ഉയരത്തിൽ നിന്ന് വരുന്നത്. എല്ലാവരും പറയും കഴിയുമ്പോ, താങ്ക് യു ജീസസ്.